തൃക്കാൽ രണ്ടും പിണച്ച് ആ തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചു വെച്ചും തൃക്കൈയിൽ കാഞ്ചനോട് കുഴലുവത പിടിച്ചൂതി മന്ദം ഹസിച്ചു തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമ ഹൃദി കളിയാടിടുവാൻ കൈ തൊഴും നീ. ആ താമ്രപാണി കമല പ്രണയ പ്രദോദമാ ലോലഹാരമണികുണ്ടലഹേമസൂത്രം ആ വിശ്രമാംബുഗതമംബുത നീലമവ്യാദാദ്യം ധനഞ്ജയരഥാഭരണം മഹോന. സജ്ജനങ്ങളെ, ആരാധ്യരെ, സുഹൃത്തുക്കളെ, നാം ഇപ്പോൾ നിൽക്കുന്നത് വിരാട രാജധാനിയിലാണ്. അവിടെ ഇങ്ങനെ ആ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏത് യുദ്ധം? പശുക്കളെ കട്ടുകൊണ്ടുപോയി അവിടെ പാണ്ഡവന്മാർ പോയി, ധാർത്തരാഷ്ട്രന്മാരും പാണ്ഡവന്മാരും ഒത്തിരി ഇങ്ങനെ യുദ്ധം ചെയ്യേണ്ട സമയത്ത് ഈ കർണൻ ഒരു വൻപ് പറഞ്ഞു, ഞാൻ എല്ലാവരെയും തോൽപ്പിച്ചോളൂ, അത്രയും കേമനാണെന്ന്. അന്നേരം അദ്ദേഹം പറയുന്ന കൃപാചാര്യര്, എന്നിത്തരം വൻപു കർണൻ പറയുമ്പോൾ നിന്ന കൃപരും ചിരിച്ചൊന്നുര ചെയ്താൻ കർണാഹ മതി മതി പോരും പറഞ്ഞതു നിന്നുടെ വീര്യങ്ങൾ നാവിന്മേലേയുള്ളൂ. ജംഭാരി നന്ദനൻ വൻപുകൾ കേൾക്ക നീ കിം ഫലം ആത്മപ്രശംസ കൊണ്ടോർക്കെടോ. മുമ്പിൽ ദ്രുപദനെ ബന്ധിച്ചു ദക്ഷിണയൻപോട് ചെയ്തവനെന്നറിക നീ. ചിത്രരഥനായ ഗന്ധർവവീരനെ യുദ്ധേ ജയിച്ചതവനല്ലയോ പുരാ. ലക്ഷ്യവും ഭേദിച്ചു പാഞ്ചാലപുത്രിയാം പുഷ്കരനേത്രയെ കൊണ്ടങ്ങു പോയതും കാമപാലാദിയതുക്കളെയും വെന്നു കാമിനിയായ സുഭദ്രയെ വേട്ടതും കാണ്ഡവകാനനദാഹം കഴിച്ചതും ഗാണ്ഡീവം അഗ്നിയോടൊന്നു ലഭിച്ചതും അന്തകവരിയോടസ്ത്രം പറിച്ചതും പഠിച്ചതും ഇന്ദ്രാജ്ഞയാ പിന്നെ വേഗേന പോയവൻ വാനുലകം ബുക്കസുരരെ കൊന്നതും താനേ പോയി ഉത്തരദിക്ക് ജയിച്ചതും മറ്റും പല പല വിക്രമം ഓർക്കുമ്പോൾ മുറ്റും പറകയൊഴിഞ്ഞു നിനക്കാമോ. ഇത്തരം ചൊന്നതു കേട്ടിട്ടു കർണനും ഉത്തരം ചൊന്നാൻ കൃപാചാര്യനോടപ്പോൾ പേജായ വാക്കുകൾ പേടിച്ചു ചൊല്ലായിക. പോയൊരാമന്ത്രണമുണ്ടമടിയാതെ യാഗാദി കർമ്മങ്ങൾ ചെയ്യുകയല്ലായിലോ പോക വിരവോട് ഭിക്ഷയേറ്റിയിടുവാൻ. ദുർഭാഷണം കർണനിത്തം പറഞ്ഞപ്പോൾ വിപ്രോത്തമൻ അശ്വത്ഥാമാവ് കോപിച്ചു. ഗംഗാസുതനതു കണ്ടവർ തമ്മോടു തങ്ങളിൽ കോപിയായി എന്നു ചൊല്ലിയിടിനാൻ. പിന്നെയും ചൊന്നാൻ 13 വത്സരം കർണ കഴിഞ്ഞിതു പാർത്തിയിലയോ നീയും. അന്നേരം കോപിച്ചു ചൊന്നാൻ സുയോധനൻ എന്നുടെ രാജ്യം കൊടുക്കയില്ലെങ്ങുമേ പോരിനൊരുമിച്ചു പാർത്തൻ വരുന്നാകിൽ ഘോരമായിങ്ങം പടക്കൊപ്പ് കൂട്ടുക. വ്യൂഹം ചമച്ചുറപ്പിച്ചതു ഭീഷ്മരും വാഹിനി വാരിധിപൂരങ്ങളെപ്പോലെ അമ്പരചാരികൾ വന്നു നിറഞ്ഞിതു. തുമ്പുരു നാരദനാദികളും വന്നു മത്സരാജാത്മജനുത്തരൻ പേടി തീർന്നുത്സാഹം ഉൾക്കൊണ്ടു തേരും നടത്തിനാൻ പാർത്ഥൻ ഗുരുഭൂതന്മാരെയും വന്ദിച്ചു. കൂർത്ത ശരനിര തൂകിത്തുടങ്ങിനൻ ശംഖധ്വനിയും ചെറുഞാണുലികളും ഹൂങ്കാരവും കേട്ടു. കൗരവരന്നേരം ശങ്കിച്ച കന്നിതുകോക്കളെയും വിട്ടു ശങ്കാരഹിതമടുത്താൻ. കിരീടിയും പാർത്ഥനും ഉത്തരൻ തന്നോട് ചൊല്ലിനാൻ തീർത്തും കൊടിയടയാളങ്ങൾ ഓരോന്നേ. ശോണഹൈരഥം തന്നിൽ വിളങ്ങിയിടും ദ്രോണരുടെ കേതു തന്മേലടയാളം കാണിടോ പൊന്മേ വേദിതൽ സന്നിധോ കാണായത് അശ്വത്ഥാമാവോ മഹാരഥൻ. ദ്രോണാത്മജൻ സിംഹലാങ്കൂല കേതുമാൻ ബാണധനുർധരന്മാരിൽ അഗ്രേസരൻ ക്ഷോണിയുമാദിത്യചന്ദ്രന്മാരുള്ള നാൾ പ്രാണവിനാശം അവനിൽ അറിക നീയഗ്രേ. വൃഷധ്വജം പൂണ്ടു കാണായവനുഗ്രൻ വൃഷധ്വജതുല്യ ധനുർധരൻ അഗ്രകുലോത്ഭവന്മാരിൽ ഇന്നൊഴിമേലഗ്രഗണ്യൻ
കൃപാചാര്യനറിക നീയില്ല ശാരദ്വദനം മൃതി. ഭാർഗവതുല്യനെല്ലാം കൊണ്ടുമില്ലൊരു സംശയം. സ്വർണകമ്പൂഗജ കക്ഷ പരിഷ്കൃതമുന്നതമാം ധ്വജം ശോഭിച്ചു കണ്ടതു കർണനുടെ. രഥമായതറിക നീ മിന്നൽ കൊടി പോലെ ദൂരെ പ്രകാശിതം. മന്നവനായ സുയോധനൻ കേതുവിൻ ചിഹ്നമായി നല്ല മണിമയമാകിയ പന്നകം കണ്ടിതോ മത്സ്യരാജാത്മജ. സ്വർണദീപുത്രനാം ഭീഷ്മരങ്ങേതെടോ ശ്വേതാവതാതേന പഞ്ചതാലേന തൽക്കേതുനാ വൈഡൂര്യദണ്ഡേന ശോഭിതം. വൃത്രാരിപുത്രനിത്തം പറഞ്ഞൊരു വാക്കുത്തരൻ കേട്ടു തെളിഞ്ഞോരനന്തരം. ഞാനേ ജയിക്കുന്നതുണ്ടെന്നു കർണനും മാനിച്ചു ചൊന്നതു കേട്ട അശ്വത്ഥാമാവും. വായ്പടയൊട്ടു കുറയ്ക്കിടോ കർണാ നീ വായ്പോട് പാർത്ഥൻ വരുന്നതു കാണെങ്കിൽ. കർണനും പാർത്ഥനും തമ്മിൽ എതിർത്തപ്പോൾ കർണൻ പടയെല്ലാം ഓടിത്തിരിച്ചുതേ. അമ്പു കൊള്ളാത്തവരില്ല കുരുക്കളിൽ വമ്പനാം കർണനും ഓടിത്തുടങ്ങിനാൻ. അന്നേരം ദ്രോണരെതിർത്തു കിരീടിയോടന്നേരമുണ്ടായ യുദ്ധം ഭയങ്കരം. ദ്രോണർ തിരിച്ചു നടന്നിതതു നേരം ദ്രോണാത്മജൻ അശ്വത്ഥാമാവു നേരിട്ടാൻ. ദ്രോണരെക്കാൾ വലുതല്ലെന്നു ജിഷ്ണുവും ബാണഗണം പരീക്ഷിച്ചാനതു നേരം. നാണിച്ചു വാങ്ങിനാൻ അശ്വത്ഥാമാവ് താൻ മാനിച്ചടുത്തിതു. പിന്നെയും അർജുനൻ അപ്പോൾ കൃപരെതിർത്തെയ്തു തെരുതരക്കേൽപ്പുള്ള വില്ലെയ്തു. പൊട്ടിച്ചിതർജുനൻ നോക്കിയ ദിക്കിലെല്ലാടവും. ആക്കമോടർജുനന്മാരെന്നു കൗരവർ ഓടിത്തുടങ്ങിനാർ. പാർത്ഥശരങ്ങളും കൂടെ തുടരെ അടുക്കുന്നു ദുശാസനാദി. ശകുനിയും തോറ്റതു ദുശകുനങ്ങൾ പലതരം കാണായി. ഗംഗാതനേനും കുന്തീതനേനും തങ്ങളിലുണ്ടായ ശസ്ത്രപ്രയോഗങ്ങൾ എങ്ങനെയെന്ന് പറഞ്ഞുകൂടാ. എനിക്കിങ്ങനെയുണ്ടായ യുദ്ധകോലാഹലം കണ്ടവരൊക്കെ പ്രശംസിച്ചു നിൽക്കുമ്പോൾ കണ്ടിതു ഭീഷ്മരൊഴിക്കുന്നതുമെല്ലയാർത്തണം ഞാൻ. ദുര്യോധനൻ പാർത്ഥനും കൊടുത്ത ശരമേതു കൂവിട്ടു മണ്ടിച്ചാൻ. നിശ്വാസം ഉൾക്കൊണ്ടൊഴിച്ചിതു കൗരവരശ്വത്ഥാമാവ് അതു നേരമൊരു ചെയ്തു. വൻപു പറഞ്ഞൊരു കർണനെങ്ങാണിപ്പോൾ ഉംബർകോൻ പുത്രൻ വരുന്നതു കണ്ടീലേ. ഇത്തം അധിക്ഷേപവാക്കു കേട്ട അങ്കേശനെത്രയും കോപിച്ചെടുത്തു യുദ്ധം ചെയ്തൻ. വൃത്രാരിപുത്രനും മിത്രപുത്രൻ താനും അസ്ത്രങ്ങൾ അത്യർത്ഥമുഗ്രം പ്രയോഗിച്ച രണ്ടാമതും കർണൻ അർജുനനോടേറ്റു മണ്ടിപ്പടയുമായി കൂവിയിട്ടു സത്വരം. ദ്രോണരും ദ്രൗണിയും കർണനും ഭീഷ്മരും മാനിയാം നാഗധ്വജനും അനുജനും ശാരദ്വതനും പെരുമ്പടയും തോറ്റ നേരത്തു പിന്നെയും വേഗേന ഫൽഗുനൻ ശസ്ത്രങ്ങൾ തൂകിയടുത്തിതു പിന്നാലെ വിത്രസ്തരായി മറിഞ്ഞിടിനാരേവരും. ദേവദത്താഖ്യ ശംഖാരവഘോഷവും ദേവരാജാത്മജാനാദഘോഷവും വാനരവീര ഹൂങ്കാര പ്രഘോഷവും ധേനു സമൂഹ പലായന ഘോഷവും കേട്ടു. ഭയപ്പെട്ടോരോരോ വഴിക്കവരോട്ടം തുടങ്ങിന നേരം പരവശാൽ മോഹനാസ്ത്രം കൊണ്ടു വീണിതു ഭൂമിയിൽ. മോഹിച്ചു ബുദ്ധി മറന്നു കുരുബലം സുപ്തസ്ത്രശക്ത്യാ. കുരുവരന്മാരെല്ലാം സുപ്തരായി വീണു കിരീടിയുമന്നേരം. ഉഷ്ണീഷവസ്ത്രാഭരണാദികളെല്ലാം തൃഷ്ണ തീർപ്പാൻ പുരസ്ത്രീകൾ ജനങ്ങൾക്കിതം കൃഷ്ണം ഗുരുണാമൊഴിച്ചൊഴിച്ചിടുന്നു കൃഷ്ണസഖിയായ ജിഷ്ണുജൻ ജിഷ്ണുവും. ഉത്തരനോട് ചൊന്നാനതു കേട്ടവൻ വസ്ത്രങ്ങളെല്ലാം അഴിച്ചുകൊണ്ടിടിനാർ. ആർത്തു വിജയൻ ജയിച്ചു പശുക്കളെ പേർത്തു തെളിച്ചു കൊണ്ടിങ്ങു പോന്നിടിനാൻ പാർത്ഥനീ രണ്ടു ശരങ്ങളെ കൊണ്ടഭിവാദ്യവും ചെയ്തു ഗുരുഭൂതന്മാർക്കെല്ലാം. ഉത്തരൻ തന്നോട് ചൊല്ലിനാൻ അർജുനൻ സത്വരം നീ പുരമ്പുക്കറിയിക്കണം യുദ്ധേ ജയിച്ചു പശുക്കളെ വീണ്ടുകൊണ്ടത്ര വന്നേനഹമെന്നുര ചെയ്യുക നീ. ഞാൻ അപരാഹ്നേ വരുവൻ പുരത്തിങ്കൽ മാനമോടെ നീ പിതാവിനെ കാൺക പോയി മച്ചരിത്രം പ്രകാശിപ്പിക്കരുതെന്നും അർജുനൻ ഉത്തരൻ തന്നോട് ചൊല്ലിനാൻ. ആയോധനെ ജയിച്ചോരു ധനഞ്ജേനായുധം കൊണ്ടുവച്ചു ശമീകോടരേ. ഇതിലിപ്പോ കാര്യമായിട്ട് എന്താ പറയാനുള്ളത്? ഒരേ യുദ്ധം തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തു. അപ്പം ശത്രു സൈന്യത്തിലുള്ളവരെല്ലാം, അതായത് ദുര്യോധന സൈന്യത്തിലുള്ളവരും പേടിച്ച് ഓടി. അപ്പോൾ ഓരോരാൾ പറയുന്നു ഞാൻ ജയിക്കും എന്ന്. കർണം വരുമ്പം മറ്റേയാൾ പറയുന്നു എൻ്റെ വീര്യനാവുമല്ലല്ലോ എനിക്ക് എന്തെന്ന് കയ്യിൽ അർജുനോട് പറഞ്ഞിട്ട് പിന്നെ പരിഹസിക്കുന്നു. അപ്പം അർജുനൻ്റെ കുറേ ഗുണഗണങ്ങൾ
പിന്നെ പറയുന്നത്, നിങ്ങളന്ന് പണ്ട് കെട്ടിയിട്ടെടുത്ത ചിത്രരഥന പിന്നെ യുദ്ധത്തിൽ ജയിച്ച് നിങ്ങളെല്ലാം വീണ്ടത് അർജുനനല്ലേ? പിന്നെ കാമപാല എന്ന് പറഞ്ഞാൽ ബലഭദ്രൻ അവരോടെല്ലാം പിന്നെ ജയിച്ചിട്ട് സുഭദ്രനെ കൊണ്ടതും അർജുനനല്ലേ? കാനൻ ദഹിപ്പിച്ചിട്ട് ഗാന്ധീവം വാങ്ങിച്ചത് അർജുനനല്ലേ? അന്ധകവൈരിയോട്, അതായത് മഹാദേവനോട് അസ്ത്രം പഠിച്ചതും അർജുനനല്ലേ? ദേവേന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് അസുരന്മാരെയൊക്കെ കൊന്നതും ഉത്തരദിക്ക് ജയിച്ചതും എല്ലാം അർജുനനല്ലേ? നിങ്ങൾക്കിങ്ങനെ പറയാനല്ലാതെ എന്തെന്ന് കയ്യിൽ നിന്നെല്ലാം പറയുന്ന സമയത്ത് ഇങ്ങനെ അർജുനൻ എല്ലാവരെയും പിന്നെ കൊടിയടയാളം പറഞ്ഞു കൊടുക്കുന്നു ഉത്തരന്. അപ്പോൾ ഉത്തരന് ഇപ്പോൾ പേടിയൊന്നുമില്ല, ഉത്തരന് ഉഷാറായി. അങ്ങനെ ഓരോരാളെ കൊടിയടയാളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അതെല്ലാം ഞാൻ പാരായണം ചെയ്തതിലുണ്ടാവും. കാര്യമായിട്ട് ഇനി ഇപ്പം പിന്നെ പറയാനായിട്ടൊന്നുമില്ല. ആ പാരായണം ശ്രദ്ധിച്ചാൽ ഓരോരാളുടെ കൊടിയടയാളും എല്ലാം കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഈ കർണനെല്ലാവരും പിന്നെ പറഞ്ഞ് ചെറുതാക്കി അർജുനെല്ലാവരും പറഞ്ഞ് പൊക്കി വെച്ചു. അപ്പം വലിയ യുദ്ധം കർണനും അർജുനും തമ്മിൽ നടന്നു. അപ്പം പിന്നെ അശ്വത്ഥാമാവ് പിന്നെ വന്നു. ദ്രോണർ പേടിച്ചോടി, അശ്വത്ഥാമാവും പേടിച്ചോടി. അങ്ങനെ എല്ലാവരും പേടിച്ചെല്ലാവരും വീണു. അവസാനം മോഹനാസ്ത്രം കൊണ്ടെല്ലാം മോഹിച്ചു വീണു. അപ്പം ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ ഉത്തരം വരുന്ന സമയത്ത് അടുത്ത സ്ത്രീജനങ്ങളെല്ലാം പറഞ്ഞിന് അവരെല്ലാം ജയിച്ചിട്ട് വരുമ്പോൾ നല്ല വസ്ത്രങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണേന്ന് പറഞ്ഞു. അതായത് അടുത്ത കൊട്ടാരത്തിലെ ദാസിമാരും അങ്ങനെയുള്ളവരെല്ലാം. അപ്പം ഈ അർജുനൻ പറഞ്ഞു, എല്ലാവരും അതാ ബോധം കെട്ട് കിടക്കുന്നു. പിന്നെ എല്ലാവരും ഗുരുക്കന്മാരുടെ വസ്ത്രങ്ങൾ മാത്രം അഴിക്കണ്ട, ബാക്കി എല്ലാവരും വസ്ത്രങ്ങൾ അഴിച്ചിട്ട് പിന്നെ അവിടെ ചോദിച്ചവർക്കൊക്കെ കൊണ്ടു കൊടുക്കുമെന്ന് പറഞ്ഞു. എല്ലാം അഴിച്ചെടുത്ത് തേരിൽ വെച്ചിട്ട് വരുമ്പോൾ പറഞ്ഞു, നീ പോയിട്ട് പറയണം അച്ഛനോട് ഞാൻ യുദ്ധത്തിൽ ജയിച്ചു എന്ന് പറയണം. എൻ്റെ കാര്യം ഇപ്പടെ ബോധിപ്പിക്കല്ലേ, നീ തന്നെ ജയിച്ചിനെന്ന് പറയണം. ഞാൻ വൈകുന്നേരം ആകുമ്പോൾ വരും എന്നും പറഞ്ഞു. ആയുധം കൊണ്ട് ശമീകോടരത്തിൽ വെച്ചു അർജുനൻ. ഉത്തരൻ കൗരവന്മാർ ജയിച്ചിരുന്ന് ഉത്തരദൂതന്മാർ ചെന്നു ചൊല്ലിയിടിനാർ മത്സ്യനും. പ്രീതനായി രാജ്യം അലങ്കരിച്ചുത്സവം ഘോഷിക്കെന്നു നിയോഗിച്ചാൻ അക്ഷങ്ങൾ കൊണ്ടുവരിക സൈരന്ധ്രീനി വെക്കേടമാശു ചോദ്യന്നിതു മത്സ്യനും കങ്കനോടേവം പറഞ്ഞോരു നേരത്തു ശങ്കാരഹിതം പറഞ്ഞിതു ധർമ്മജൻ. ഹൃഷ്ടനായുള്ളവനോടും കിതവനാം ദുഷ്ടനോടും കൂടി നന്നല്ല ദേവനും എന്നു കേൾപ്പുണ്ടു ഞാൻ. എങ്കിലും ഇന്നിപ്പോൾ മന്നവ വേണമെന്നാകെ ഞാനോ പൊരാം ചോദിനു ദോഷമൊഴിഞ്ഞില്ല നിർണയം. മേദിനി പാലക കേട്ടതില്ലേ ഭവൻ സാധുവായുള്ളൊരു ധർമ്മജന്മാവിന് ചോദിനാലാപത്തു വന്നതു. മന്നവ യുദ്ധം പറഞ്ഞത് കേട്ടു വിരാടനും ബദ്ധമോദം നാം ഒരു വരവെക്കെന്നാൻ മത്സരാജാവും യുധിഷ്ഠിരൻ തന്നോടു മത്സരം ഉൾക്കൊണ്ടു ചൂതുപൊരുന്നേരം വത്സനാം ഉത്തരൻ വന്നിതെന്നി. എത്രയും ഉത്സവം പൂണ്ടു വിരാടൻ പറഞ്ഞപ്പോൾ മന്നവൻ തന്നോട് മന്ദസ്മിതം ചെയ്തു ധന്യനാം ധർമ്മജൻ. മെല്ലവേ ചൊല്ലിനാൻ ഉത്തരനെല്ലാ ജയിച്ചതു നിർണയമുത്തമയായ ബൃഹന്നളയാകിലാമന്യസ്തുതി കേട്ടു. കോപിച്ചു മത്സരം ഒന്നെറിഞ്ഞാനൊരു ചൂതു കൊണ്ടന്നേരം നെറ്റിമേൽ കൊണ്ടാശു ധർമ്മജൻ താൻ തനിക്കിറ്റിറ്റു ചോര വരുന്നതു. പാഞ്ചാലി ഉത്തരീയത്തിലങ്ങേറ്റുകൊണ്ടിടിനാൾ മത്സരാജാവിൻ മരണം ചെറുപ്പാനായി സന്യാസി തന്നുടെ ചോര വീഴുന്നിട വന്നേ മുടിഞ്ഞു പോമെന്ന് ചൊല്ലി ദ്രുതം. ഉത്തരം ജയിച്ചേന്ന് പറഞ്ഞ് ദൂതന്മാർ വന്നിട്ട് പറയുമ്പം വലിയ സന്തോഷമായി, നമുക്കൊന്ന് ചൂത് കളിച്ചാലോ ആ ജയം ആഘോഷിക്കാൻ എന്ന് പറഞ്ഞേർത്ത് ധർമ്മപുത്രന്ന് ചൂത് വേണ്ടപ്പാ, ചൂത് കളിച്ചിട്ട് ആ ധർമ്മപുത്രനെ തോറ്റിട്ട് കാട്ടിലെല്ലാം കഷ്ടപ്പെട്ടെല്ലാം കേട്ടിട്ടില്ലേ, വേണ്ട ചൂത് വേണ്ട ചൂത് നല്ലതല്ല അറിയുന്നു. സാരമില്ല, നമുക്ക് ഏതായാലും ഒരു കളി കളിക്കാം സന്തോഷത്തിനെന്നും പറഞ്ഞു. ഇദ്ദേഹം പിന്നെ ആര് പറഞ്ഞാലും എതിർക്കൂലല്ലോ. അങ്ങനെ ചൂത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നിട്ട് പറഞ്ഞത് ജയിച്ചു, എൻ്റെ മോൻ ജയിച്ചു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു, ഉത്തരനല്ല ജയിച്ചിട്ടുണ്ടാവുക, ആ ബൃഹന്നളയായിരിക്കും, ഉത്തമയായ ബൃഹന്നള. അതങ്ങ് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ല അവർക്ക് ഈ മത്സ്യരാജാവിന്. അത് കരു കൊടുത്തിട്ടൊരു ഇറങ്ങ് കൊടുത്തു. അത് നെറ്റി തന്നെ കൊണ്ടു. നെറ്റിക്ക് കൊള്ളുമ്പോൾ ചോര ഇങ്ങനെ ഉറ്റി വരലായി.
അപ്പോൾ വേഗം പാഞ്ചാലി പോയിട്ട് ഉത്തരിയം കൊണ്ടങ്ങ് അമർത്തിപ്പിടിച്ചു. അതിലേറ്റു ചോര. ഈ സന്യാസിയുടെ ചോര വീഴുന്ന സ്ഥലത്ത് അന്നേ മുടിഞ്ഞു പോകുന്നാണ് പറഞ്ഞു. മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞതിൻ്റെ പാഞ്ചാലി പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെന്ന്, ഇവിടെ ഒരു കൊല്ലം ചോറ് തന്നിനൊന്നും ഭീമസേനം വിചാരിക്കൂല. ഏട്ടനെ എന്തൊക്കെ ഒന്ന് പറ്റിയാൽ അപ്പം പണി തീർക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഉത്തരൻ വന്നു നമസ്കരിച്ച് ഇടുന്നാൻ ഉത്തമന്മാരാം ഗുരുജനപാദങ്ങൾ പാണ്ഡവന്മാരെന്നറിഞ്ഞിതെല്ലാവരും ഗാന്ധീവ ധന്വാവു തന്നുടെ ശൗര്യവും. ഉത്തരൻ തന്റെ ഭഗിനിയായി മേവിനോരുത്തര തന്നെ കിരീടിക്കു നൽകിനാൻ പുത്രഭാര്യാർത്ഥം പരിഗ്രഹിച്ചാനുവൻ മിഥ്യാപവാദമുണ്ടാമെന്ന ശങ്കയാ എന്തെല്ലാം മുമ്പേ പഠിപ്പിച്ചു തന്നതോ ചിന്തിക്കൽ മറ്റാരുമേ അറിഞ്ഞില്ലല്ലോ എന്നു മഹാലോകർ പിന്നെ പറഞ്ഞിടുമെന്നെ എന്നോർത്തു ഭയപ്പെട്ടു ഫൽഗുനൻ നല്ല നേരത്തവിടുന്ന് പുറപ്പെട്ടു കല്യാണമോടു പപ്ലാവി നഗരത്തിൽ ചെന്നിരുന്ന ആത്മബന്ധുക്കളെ പാണ്ഡവർ പിന്നെ വരുത്തി വിവാഹത്തിനക്കാലം കൃഷ്ണൻ തിരുവടിയാദിയായുള്ളൊരു വൃഷ്ണികളൊക്കവേ വന്നാരതു കാലം ഭദ്രയായൊരു സുഭദ്രയുമാശു സൗഭദ്രനായുള്ളൊരഭിമന്യു തന്നോടും വന്നിതു. പാഞ്ചാലനോട് ദുഷ്ടദ്യുമ്നൻ എന്നിവരൊക്കവേ വന്നോരനന്തരം ഉത്തമ സ്ത്രീ കുലോത്തം സരത്നാംഗിയാമുത്തര തന്നെ അഭിമന്യു കൈക്കൊണ്ടാൻ. കല്യാണവും കഴിഞ്ഞെല്ലാവരും കൂടി ഉല്ലാസമോടു പപ്ലാവ്യ നഗരത്തിൽ അല്ലൽ തീർത്ഥജ്ഞാതവാസവും ചെയ്തു സല്ലാപമോടു സുഖിച്ചിതു പാണ്ഡവർ. മിത്രസമ്പത്തിയോ മർത്ഥസമ്പത്തിയും പുത്രസമ്പത്തിയോ അസ്ത്രസമ്പത്തിയും വർദ്ധിച്ചെന്ന ദിവസം ധർമ്മപുത്രാദിയായുള്ള പാണ്ഡുതനയന്മാർ അർത്ഥിക്ക വേണം സമയേന ദാനമായ അർദ്ധരാജ്യം ധൃതരാഷ്ട്രജനോടു നാം. എന്നാൽ നമുക്കു തരികയുമില്ലവൻ പിന്നെ പ്രവൃത്തി എന്തെന്നു ചിന്തിക്കണം. ആപത്തിനാസ്പദമായത് അവിവേകമേവർക്കുമെന്നാൽ ഇനി നാം ഇതുകാലം ആവോളമുൾ വിചാരിക്കയും വേണം. ശ്രീവാസുദേവൻ തിരുവടി തന്നോടു ഗോവിന്ദൻ എന്ത് തിരുമനസ്സെന്നറിഞ്ഞേവരുമൊത്തു വിചാരിക്കയും വേണം. ദ്രോണരും ഭീഷ്മരും ശാരദ്വതൻ താനും ദ്രൗണിയും കർണനും സോമദത്താത്മജൻ താനും ജയദ്രഥൻ താനും ത്രികർത്തനും ജ്യോതിഷ്മതീപതിയാം ഭഗദത്തനും മാതുലനായ ശകുനികാന്താരനും മറ്റും മഹാരഥന്മാരാം അവരെല്ലാം ഉറ്റ ബന്ധുക്ക സുയോധനനാകയാൽ യുദ്ധം തുടർന്നാൽ ജയിപ്പാൻ പണിയുണ്ട് ചിത്തത്തിലേറ്റം. വിചാരിക്കയും വേണം ദ്രോണരാമാചാര്യൻ കയ്യിൽ വില്ലുള്ളപ്പോൾ പ്രാണഭയം അവനില്ലെന്നു നിർണയം. അച്ഛനാം ശന്തനു തന്റെ വരത്തിനാൽ സ്വച്ഛന്ത മൃത്യുവായുള്ളൂ പിതാമഹൻ. വിശ്വനാശം വരുന്നാളും മരണമില്ല ശ്വത്താമാവിന്. അസ്ത്രജ്ഞോത്തമനവൻ മൃത്യുഭയം കൃപാചാര്യൻ ഒരു നാളും എത്തുകയില്ലവൻ. ബ്രഹ്മജ്ഞസത്തമൻ മിത്രതനേനും മൃത്യുഭയമില്ല വൃത്രാരി നൽകിയ ശക്തി ഉണ്ടാകയാൽ. ഇങ്ങനെയുള്ള ദിവ്യന്മാരെ നാം ഇപ്പോൾ എങ്ങനെ നിഗ്രഹിക്കുന്നു നിരൂപിച്ചാൽ മല്ലാരിയാകിയ മാധവനേ ഗതിയുള്ളൂ നമുക്കൊരു. നല്ലതെന്നോർത്തുള്ളില്ലല്ലകന്നു തെളിഞ്ഞിതു പാണ്ഡവർ കല്യാണം ഉൾക്കൊണ്ടിരും. നാരദ കാലം നല്ല കഥ ഇതു മേലിലേ ചൊൽവനെന്നുല്ലാസമോടിരുന്നാൾ പൈങ്കിളിമകൾ ഇതി. ശ്രീ മഹാഭാരതേ വിരാടപർവം സമാപ്തം. ഇപ്പോഴെന്തെന്ന് പറഞ്ഞത്? അപ്പോൾ ഉത്തരൻ വന്ന് പറഞ്ഞു. ഉത്തരൻ വന്നിട്ടാകുമ്പോൾ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നാലും പറഞ്ഞു ഉത്തരൻ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. പിന്നെ ഉത്തരൻ്റെ അനിയത്തിയായില്ലേ ഉത്തരേന, അതായത് ഈ അർജുനൻ ഡാൻസ് എല്ലാം പഠിപ്പിച്ച കുട്ടിയാണ് ഉത്തരേന അർജുനന് കൊടുക്കുന്നത്. അന്നേരം അർജുനൻ പറയുന്നു, ഞാൻ എനിക്ക് ഭാര്യയായിട്ട് വേണ്ട, ഞാൻ എൻ്റെ മോനെ ഭാര്യയായിട്ട് സ്വീകരിച്ചോളാം. എന്തെല്ലാന്നും അപ്പം പഠിപ്പിച്ചിട്ടുണ്ടാവല് എന്ന് മഹാലോകര് പറയും. അതുകൊണ്ട് വേണ്ട, ഞാൻ എൻ്റെ മകനെ പത്നിയായിട്ട് സ്വീകരിച്ചോളാം, എൻ്റെ മരുമകളായിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് ഉപപ്ലാവ്യം എന്ന് പറഞ്ഞൊരു നഗരമുണ്ട്. ഉപപ്ലാവ്യ നഗരത്തിൽ എല്ലാവരും അവിടെ ഇരുന്ന് എൻ്റെ ബന്ധുക്കളെല്ലാം വിളിച്ചു വരുത്തിയിട്ട് പറയുന്നു എന്തെന്നാണ് ഇനിയിപ്പോൾ വേണ്ടത്. വിവാഹത്തിന് എല്ലാവരെയും വിളിച്ചത്. അപ്പോൾ പിന്നെ വിവാഹമെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ പറഞ്ഞു, പിന്നെ സുഭദ്രയും വന്നു, അഭിമന്യു വന്നു. അഭിമന്യുല്ലേ കല്യാണം കഴിക്കേണ്ടത്. അന്നേരം പാഞ്ചാലനും ദൃഷ്ടദ്യുമ്നും എല്ലാവരും വന്നു. ഉത്തര എന അഭിമന്യു വിവാഹം കഴിച്ചു. അവിടെ കുറച്ചു കാലം താമസിക്കുമ്പോൾ പറഞ്ഞു, ഇവർക്കപ്പോഴെന്തൊക്കെയാണുണ്ടാവുന്നത്? മിത്രസമ്പത്തിയും അർത്ഥസമ്പത്തിയും അസ്ത്രസമ്പത്തിയും
എല്ലാം എന്തെന്നാ വേണ്ടിച്ച് അങ്ങനെ ഇങ്ങനെ കുമിഞ്ഞു കൂടാൻ തുടങ്ങി. അപ്പം പറയുന്നതിന് നമ്മൾ അർദ്ധരാജ്യം ചോദിച്ചാൽ തരൂല, തന്നിട്ടില്ലെങ്കിൽ യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്ത് അപ്പുറം ഇല്ലതെല്ലാം വലിയ വലിയ കേമന്മാരാണ്, അവരോട് നമുക്ക് ജയിക്കാനൊന്നും ആവും തോന്നുന്നില്ല. ഭഗവാനേ ശരണമില്ലു, നമുക്ക് മല്ലാരിയാകിയ മാധവനേ നമുക്ക് ഗതിയുള്ളൂ എന്നും വിചാരിച്ചിട്ട് എന്നിട്ട് സമാധാനം തന്നെ. ഭഗവാൻ ഉണ്ടല്ലോ കൂടെ, പിന്നെന്തെങ്കിലും സങ്കടം. ഭഗവാൻ കൂടിയില്ലവർക്ക് എപ്പോഴും സങ്കടമില്ല, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ഒന്ന് പൈങ്കിളി പറഞ്ഞു. എങ്ങനെയാണിപ്പോൾ അവരുടെ കഥയില്ലതെന്ന് പൈങ്കിളി പറഞ്ഞു. ഇനി നമുക്ക് ഉദ്യോഗപർവ്വത്തിലേക്കാണ് കടക്കേണ്ടത്. ഉദ്യോഗം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനുള്ള ആലോചന. നമുക്ക് കുറച്ച് നോക്കാം. ശ്രീ ഗണപതി നമ വിഘ്നമസ്തു. ഓരോരോ കഥകൾ നീ ചൊന്നത് കേൾക്കുന്നോറുമാരോ മെൽക്കിളിപ്പെണ്ണെ പാരമുണ്ടാനന്ദമേ. വീരന്മാരായ പാണ്ഡുരാജാതന്മാരെന്ത് പിന്നെ ധീരതയോട് ചെയ്തതൊക്കെ നീ പറയണം, ഒക്കവേ പറവതിനൊട്ടുമേ കാലം പോരാ സൽക്കഥയല്ലോ, എന്നാൽ ഒട്ടൊട്ട് പറഞ്ഞിടാം. ധർമ്മജാതികളുടെ വാർത്ത കേട്ടെഴുന്നള്ളി നിർമ്മലൻ നിഖില ലോകൈക നായകൻ കൃഷ്ണൻ കാൽ തളിരിണയുള്ളിൽ ചേർത്തുകൊണ്ടിരിപ്പോർ കാർത്തികൾ അശേഷവും തീർത്തു മംഗലം നൽകി കാത്തുകൊണ്ട് അവിരതം കാൽ തളിരിണയോട് ചേർത്തുകൊള്ളുന്ന വിഷ്ണുമൂർത്തിതാൻ മനുഷ്യനായി ധാത്രിതൻ ഭാരം തീർപ്പാൻ ധാത്രിയിൽ പിറന്നവൻ നേത്രഗോചരനായിട്ടാസ്തയാ പാണ്ഡവന്മാർ പാർത്തു നിന്നെതിരേറ്റുപാദ്യവും നൽകി പിന്നെ ഗാത്രങ്ങൾ തോറും നന്നായി ചേർത്തു സന്താപം തീർത്തു മാർത്താണ്ഡൻ തന്നെ കണ്ട പത്മങ്ങൾ എന്ന പോലെ പാർത്ഥന്മാരുടെ മുഖമേറ്റവും തെളിഞ്ഞു തേ ശ്രോത്രവും കുളിർത്തിതങ്ങഞ്ഞുഞ്ഞ് സല്ലാപത്താൽ വാസ്തവമായിട്ടുള്ള വാർത്തയും കേട്ട ശേഷം പാർത്ഥന്മാർ പാഞ്ചാലനും മത്സ്യനും മുകുന്ദനും പേർത്തും അങ്ങോരോ കാര്യം പാർത്തെല്ലാരുമായി പേർത്തു കൽപ്പിച്ചാരിനി പാർത്തിരിയാതെ കണ്ടു പാർത്തലം തന്നിൽ നമ്മെ കൂറുള്ളോരറിയണം ബന്ധുഭൂപാലന്മാരോ അവസ്ഥ അറിയിപ്പാൻ കുന്തിനന്ദനൻ ദൂതന്മാരെയും അയച്ചുതേ സന്തതം ചിന്തിപ്പോർ സന്താപം കളയുന്ന ബന്ധുവാം കൃഷ്ണൻ താനും ദ്വാരകക്കെഴുന്നള്ളി. അപ്പം ഈ പൈങ്കിളിയോട് പറയുന്ന, നീ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷമാണ് കിളിപ്പെണ്ണേ. ഇനിയിപ്പോൾ എന്തെന്നാണ് പിന്നെ പാണ്ഡുവിൻ്റെ മക്കള് ചെയ്തതും പറഞ്ഞതൊക്കെ ഒന്ന് പറയണേന്ന് പറയുന്നു. നേരം പറഞ്ഞു. പിന്നെ എല്ലാം ഒന്നും പറയാനാവില്ല, പറഞ്ഞാൽ തീരൂല. അത്രയും നല്ല നല്ല വലിയ 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 കഥകളാണ്, അറിയും പോലെ പറയാന്ന് പറഞ്ഞു. അപ്പം ഇവരെ കഥ ഈ പിന്നെ അവിടെ ജയിച്ചതും വിവാഹമുണ്ടാകുന്ന അറിഞ്ഞിട്ട് ഭഗവാൻ വന്നു എന്ന് പറയുന്നു. അന്നേരം ഇവർക്ക് എങ്ങനെയാണെന്നറിയവരെ മാർത്താണ്ഡൻ തന്നെ കണ്ട പത്മങ്ങൾ പോലെ. എങ്ങനെ ആ ആദിത്യ ഭഗവാനെ സൂര്യഭഗവാനെ കാണുമ്പം താമര വിരിയൂലേ, അതുപോലെ ആ പൊന്നു തമ്പുരാനെ കാണുമ്പം ഈ പാണ്ഡവന്മാരുടെ മുഖം ഇങ്ങനെ തെളിഞ്ഞു സന്തോഷമായി, കാതും കുളിർത്തു. ആ വാക്ക് കേൾക്കുമ്പോൾ തേനൊഴുക്കുന്ന ആ തിരുമൊഴി കേൾക്കുമ്പം ശ്രോത്രവും കുളിർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം പറഞ്ഞു. ഇനി നമുക്ക് എന്തായാലും യുദ്ധം തന്നെ വേണ്ടി വരും. അപ്പം ഇനി നമ്മുടെ കൂടെ ആരാണെന്നൊക്കെ അറിയണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറഞ്ഞേക്കണം എന്ന് പറയുന്നു. നമ്മളെ കൂടെ കൂടുന്നവരാരൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ, അതിന് ആളെ പറഞ്ഞേക്കണം എന്ന് പറയുന്നു. അപ്പം ഇനിയിപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് വരിക നേനാരി ഈ ആ ദുഷ്ടബുദ്ധിയായ ദുര്യോധനും ആ പാർത്ഥനും, അതായത് അർജുനനും. മാർത്താണ്ഡാത്മജസുതൻ തമ്പിമാരോടും കൂടി പേർത്തു ചിന്തിച്ച നേരം തോന്നിയതങ്ങൊരു കാര്യം. ധാർത്തരാഷ്ട്രന്മാരോട് തുടങ്ങിയതിൽ കൃഷ്ണമൂർത്തിയെ നമുക്കൊരു ബന്ധുവായി വരിക്കണം. ധാർത്തരാഷ്ട്രനും ഓർത്താനക്കാലം എനിക്കിപ്പോൾ പാർത്ഥന്മാരോട് യുദ്ധം വേണ്ടുകിൽ കൃഷ്ണൻ തന്നെ പാർത്തിരിയാതെ മുമ്പേ ബന്ധുവായി കൊള്ളുക വേണം. പാർത്ഥിവേന്ദ്രന്മാരോർത്തതറിഞ്ഞു കൃഷ്ണൻ മുമ്പേ ധാർത്തരാഷ്ട്രനും വരും പാർത്ഥനും വരും ഇപ്പോൾ ആസ്തയാ പടക്കെന്നെ കൊണ്ടുപോവതിനതിൽ അർജുനൻ വരും മുമ്പേ വന്നിടും സുയോധനന് ജനത്തിന് കൂടിപ്പോമെന്നും വരുമല്ലോ. ആചാരം മുമ്പിൽ ക്ഷണിക്കുന്നവരോടുകൂടി ഭോജനത്തിനും പ്രഥനത്തിനും എന്നുണ്ടല്ലോ. ഭക്തന്മാരുടെ മറുപുറത്തു പോകുന്നതും എത്രയും മടിയാകും, അതിനുണ്ടുപായവും. മുമ്പിലെ സുയോധനൻ കണ്ടു ചൊല്ലരുതെന്നാലും നിദ്രാഗ്രഹം പ്രാപിച്ചാനതു നേരം രാജസിംഹാസനവും തലക്കൽ വെപ്പിച്ചുടൻ വ്യാജനിദ്രയും പൂണ്ടുകിടന്നു ഭഗവാനും.
അന്നേരം നാഗധ്വജൻ വന്നു ചോദിച്ചാനല്ലോ നിന്നൊരു കൃഷ്ണഭൃത്യന്മാരോട് കനിവോടെ മാധവൻ ഇവിടത്തു ചൊല്ലുകെന്നതു നേരം നാഥനും പള്ളിക്കുറുപ്പെന്നവരുര ചെയ്താൻ ധാർത്തരാഷ്ട്രനും അഹോ നിദ്രാവേലയോ കൃഷ്ണനോർത്തിരുന്നിതു മുന്നേ ഞാൻ ഇതെന്നുര ചെയ്താനെങ്കിലും നമുക്കങ്ങു ചെല്ലരുതെന്നില്ലല്ലോ ശങ്കിതനല്ലല്ലോ ഞാൻ എന്നവനകം ബുക്കാൻ ഞാൻ അത്രേ മുമ്പിൽ വന്നതെന്നതോ വന്നുവല്ലോ നൂനം എന്നോട് കൂടിപ്പോരി എന്നതേ വരൂ നിദ്രക്ക് ഭംഗം വരുത്തിയിടരുതെന്നതോർത്തു ഭദ്രമ സിംഹാസനം ബുക്കിതു സുയോധനൻ അപ്പോഴത് അമരേന്ദ്രപുത്രനും വന്നാനല്ലോ വിഭ്രമത്തോട് ചോദിച്ചിടിനാൻ പാർത്ഥൻ താനും ഉൾപ്പൂവിൽ വിളങ്ങും വെഞ്ചിൽപ്പുമാനെങ്ങു ചൊൽവിൻ ഉൽപ്പലേക്ഷണ ഭൃത്യന്മാരവനോട് ചൊന്നാൻ ലോകനായകൻ പള്ളി കുറുപ്പ് കൊള്ളുന്നിതു നാഗകേതനൻ പള്ളി അറയിലുണ്ടു താനും. അപ്പൊ ഇവര് വിചാരിച്ചു ഭഗവാന ഇനിയിപ്പോൾ യുദ്ധം തുടങ്ങുമ്പോൾ ഭഗവാന് നമുക്ക് വേണ്ടേ, നമുക്ക് വേണമെന്ന് ഈ പിന്നെ പാണ്ഡവന്മാർ വിചാരിച്ചു. അന്നേരം അതേ സമയത്ത് മറ്റേവരും വിചാരിക്കുന്നു ഏത് കൃഷ്ണനെ നമുക്ക് വേണം. പാർത്ഥന്മാരോട് യുദ്ധം ചെയ്യുമ്പോൾ കൃഷ്ണനെ നമുക്ക് വേണം, ബന്ധുവാക്കണം, എന്നാലും അവരെ എന്തായാലും അടിപറ്റിക്കാലം വിചാരിച്ചിട്ടാണ്. ഭഗവാൻ ഇതെല്ലാം നേരത്തെ കാലത്തെ അറിഞ്ഞു. അങ്ങനെയുള്ള ആളല്ലേ, ഒരാളുടെ മനസ്സിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ഭഗവാൻ അറിയും. എപ്പോഴും പറയും ആചാര്യന്മാർ, ഭാവഗ്രാഹി ജനാർദ്ദനൻ. നമ്മുടെ മനസ്സിൻ്റെ ഭാവമാണെന്ന് ഭഗവാൻ അറിയില്ല. നമ്മുടെ ആഭരണങ്ങളോ നമ്മുടെ സൗന്ദര്യഭ്രമം ഇതൊന്നും ഭഗവാൻ നോക്കൂല. നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത് അതാണ് ഭഗവാൻ നോക്കലെന്ന് എപ്പോഴും ആചാര്യന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെയുള്ള ഭഗവാൻ അറിയില്ല എല്ലാ കാര്യങ്ങളും. ഇപ്പം 2 ഭാഗത്തുനിന്ന് ആൾ വരും, അതുകൊണ്ട് ഞാനൊരു കള്ള ഉറക്കം തന്നെ തരം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഉറങ്ങാൻ കിടന്നു. അപ്പം എന്ത് ചെയ്തു, രാജസിംഹാസനം തലക്കലെടുത്ത് വെപ്പിച്ചു. വന്നപാട് ഈ മഹാഭാവി അലിക്കട്ട് കറിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. വരുന്നുണ്ട് എന്നും വിചാരിച്ച് അവിടെ കടന്നു. വന്നപാട് ചോദിച്ചു, കൊടുത്തു മാധവൻ പറഞ്ഞു, ഭഗവാൻ പള്ളിക്കുറിപ്പ് കൊള്ളുന്നുണ്ട്. ഓ നിദ്രവേലയോ, എനിക്കിതറിയാം, ഞാൻ വിചാരിച്ചിനി ഉറക്കന്നെ ആയിരിക്കുന്നു, എപ്പോഴും ഉറക്കാന്നല്ലോ എന്നെല്ലാം പറഞ്ഞൊരു പരിഹാസമെല്ലാം പറഞ്ഞിട്ട് നല്ല എനിക്ക് പോവാലോ, ഞാനൊരു പേടിക്കേണ്ട ആളല്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് അങ്ങ് അകത്തേക്ക് കയറിപ്പോയി. ഒന്നുമില്ല, ചോദ്യം ഉത്തരവൊന്നുമില്ല, ഇവനങ്ങ് കയറി. ഞാൻ തന്നെയല്ലേ മുമ്പിൽ വന്നത്, അതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ വരുമായിരിക്കും. തലക്കൂത്തില്ല, സിംഹാസനത്തമ്മയിരുന്നു. തലക്കൂത്ത് നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ തലഭാഗത്ത് ഒരാൾ വന്നിരുന്നാൽ നമ്മൾ കാണൂല ആളാന്നുള്ളത് ഉറപ്പന്നല്ലേ. അതിനാണ് സിംഹാസനം തലക്കൂത്ത് വെപ്പിച്ചത്. അന്നേരം അർജുനൻ വന്നു. അർജുനൻ വന്നിട്ട് ചോദിച്ചു, ഉൾപ്പൂവിൽ വിളങ്ങുമെങ്കിൽ പുമാനെങ്ങു ചൊൽവിൻ. ആ ചോദ്യത്തിൻ്റെ തന്നെ വ്യത്യാസം അതാണ്. മറ്റൻ മാധവൻ അവിടെ പോയി. ഇത് എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ആ പൊന്നുതമ്പുരാൻ എവിടെ പോയത് ഭഗവാൻ എന്നാണ് ചോദിക്കുന്നത്. നേരം പറഞ്ഞു, ലോകനായകൻ പള്ളിക്കുറിപ്പ് കൊള്ളുന്നുണ്ട്, ഭഗവാൻ ഉറക്കാണ്, മറ്റേ ആളകത്ത് കയറിയിട്ടുണ്ട് എന്നും പറഞ്ഞു. എന്നത് കേട്ടു പള്ളിയറിയിൽ പുക്കുപാർത്ഥൻ വന്ദിച്ചു തൃക്കാൽക്കല്ലെന്നീടനാൻ ഭക്തിയോടെ ജൃംഭിത ഭാവത്തോടും എല്ലാം ഉണർന്നിട്ടു ജംഭാരി പുത്രൻ മുഖത്തുടനെ തൃക്കൺ പാർത്തു വന്നിതോ. ഭവാനൊട്ടു മുന്നമേ ഞാനോ നിദ്ര വന്നതുകൊണ്ടു ബോധം മറന്നാനെന്നു നാഥൻ മന്ദഹാസവും കൊണ്ടു മായരുൾ ചെയ്താൻ ഇന്ദ്രനന്ദനൻ താനും കണ്ണുകൊണ്ടുണർത്തിച്ചാൻ. ജ്യേഷ്ഠനും അനുജനും കൂടിയുള്ളതു നേരം ജ്യേഷ്ഠനോടല്ലോ മുൻപിൽ അരുൾ ചെയ്യേണ്ടു നൂനം. ഉപധാനത്തിന്മേൽ തന്മുഴം കഴിയൂന്നി തിരിഞ്ഞുപൈര്യങ്കം വാഴുന്നവനോടരുൾ ചെയ്തു. കഷ്ടം ഞാൻ ഉറങ്ങിയാലേതുമെന്നറിയും നീലൊട്ടു മുന്നമേ. ഭവാൻ വന്നിതോ ശിവശിവ ഇഷ്ടന്മാരായുള്ളവർക്കുണർത്താമെന്നുള്ളപ്പോൾ ഒട്ടും ആകാഞ്ഞു ഭവാനിളക്കാതിരുന്നതും എത്രയോ മഴകതിനൊത്തു വന്നതുമിനി ദിഗ്ധന്മാരായി നിങ്ങൾ തമ്മിൽ കൈപിടിക്കണം, അന്യോന്യം ആശേഷം ചെയ്ത് ഒന്നിച്ചു വസിക്കണമെന്നെല്ലാം നിനച്ചല്ലി നിങ്ങൾ ഒന്നിച്ചു വന്നു. ഒന്നുമേ അറിയാതെ ചൊന്നതെന്തെന്നു ഭാവിച്ച നേരം ധൃതരാഷ്ട്രനന്ദനുര ചെയ്താൻ. അങ്ങനെ ചോദിച്ചു, യുദ്ധം കൂട്ടി. അപ്പം അർജുനൻ വന്നിട്ടാകുമ്പോൾ ലേശ സമയം നിൽക്കണ്ടെന്നില്ല. അപ്പോഴത്തേക്ക് ഒരു കോട്ടുവായലിട്ട് കയ്യും കാലിലൊന്ന്
കുറച്ച് സമയം ആയോടോ വന്നിട്ട്. ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഉറക്കിൽ ഞാനങ്ങ് ബോധം കെട്ടുപോയി എന്നാണ് പറയുന്നത്. ഉറക്കിൽ ഞാനങ്ങ് ബോധം കെട്ടുപോയി. അന്നേരം അർജുനൻ കണ്ണുകൊണ്ടിങ്ങനെ കാണിച്ചു, തലഭാഗത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട് എന്ന്. എൻ്റെ ഏട്ടനും അനിയനും പറഞ്ഞാൽ ഏട്ടനോടല്ലേ ആദ്യം കാര്യങ്ങൾ പറയേണ്ടതെന്നും പറഞ്ഞു. അന്നേരം ആ ഒരു ഭാവം ഒന്ന് കണ്ണടച്ച് ആ മനസ്സിലൊന്ന് ഓർമ്മിച്ച, ഇങ്ങനെ ഒന്ന് മനസ്സിലേക്ക് കയറ്റി വെച്ചാൽ കാണാൻ അത്ര ചന്തമുള്ളൊരു ഭാവമാണ് കണ്ടോ. ഉപധാനത്തിന്മേൽ തന്മുഴങ്കൈ ഊന്നി തിരിഞ്ഞുപഭൈര്യംഗം പാടും നൃപനോടരുൾ ചെയ്തു. ആ പട്ട തലയാണയിൽ ഒരു കൈ മുട്ട കുത്തിയിട്ടൊന്ന് തിരിഞ്ഞു എന്നിട്ടാണ് പറയുന്നത്. അയ്യോ, ഞാൻ ഉറങ്ങിയാൽ പിന്നെ ഉണരുകയില്ല. കുറേ സമയമായി വന്നിട്ട്. നല്ല ഇഷ്ടം ഉള്ളവർക്ക് വന്നാൽ ഉണർത്തിക്കൂടെ, എന്തേ എന്നെ ഉണർത്താതിരുന്നത് എന്നെല്ലാന്ന് പറയുന്നു. നന്നായി. ഏതായാലും രണ്ടുപേരും കൂടി ഒന്ന് കൈപിടിച്ചിട്ട്, എൻ്റെ മുമ്പിൽ നിന്ന് രണ്ടാളും കൈപിടിച്ച് ലോഹിയാവാൻ വേണ്ടിയിട്ടാണ് വന്ന്. സന്തോഷമായി എനിക്ക് എന്നെല്ലാം പറഞ്ഞു. അന്നേരം ഒന്നും അറിയാത്ത പോലെ പറയുന്നുണ്ടേപ്പാ. ആര് പറഞ്ഞു? ഈ ധൃതരാഷ്ട്രം നന്ദനം വിചാരിക്കുന്നു. വന്നിതു പടക്കു പോരേണം എന്നതിനിപ്പോൾ എന്നോട് കൂടി പോന്നേ മതിയാവിത്. ഞാനോ മുന്നേ വന്നിരിക്കുന്നിതെന്നത് കേട്ടു. നാഥൻ എന്നോ കൽപ്പിച്ചതെങ്കിൽ അങ്ങനെയാകെ വേണ്ടു എന്നരുൾ ചെയ്ത ശേഷം പിന്നെയും ഒന്നു ചൊന്നാൻ. മുന്നിൽ ഞാൻ കണ്ടു പാർത്ഥൻ തന്നെ എന്നറിയണം. മുന്നേ വന്നതു ഭവാൻ എന്നതു നൂനമല്ലോ എന്നതുകൊണ്ടും ഒരു ഭേദമില്ലെനിക്ക് ഏതും എന്നവന്മാരെ. ഞാനുണ്ടൊന്നു ചൊല്ലുന്നതിപ്പോൾ എന്നത് കേട്ടു ചിന്തിച്ചൊത്തതു ചെയ്യുക നിങ്ങൾ. മത്സരാദികൾ എനിക്കില്ലെന്നോ സിദ്ധമല്ലോ മത്സമന്മാരം. നാരായണ ഗോപാലന്മാരും സേനാനി സമനായ സേനാനി ഭോജൻ താനും സേനയും ഒരുത്തനും ഞാൻ ഏകനൊരുത്തനും. എല്ലാരുമൊക്കും നിങ്ങൾ എനിക്ക് നൃപന്മാരെ. നല്ലതു വരുവാനേ താല്പര്യവുമുള്ളൂ. വല്ലവരോടും കൂടി പോരാമെന്നിരിക്കലും വല്ലഭമോട് യുദ്ധം ചെയ്യുക ഞാനില്ല താനും. ചൊല്ലുവാൻ അസംഖ്യമായുള്ളൊരു പടയുള്ളതെല്ലാരും പോരും അവരൊരുത്തനോടുകൂടി അൻപോടു. രണ്ടു ജനമൊരിക്കൽ വരിക്കുമ്പോൾ മുൻപിനാലിളയവൻ വേണമെന്നുണ്ടു ന്യായം. കല്യാണാലയനായ കാരുണ്യമൂർത്തി തന്നെ കല്യാണം വരുമാറു കൈക്കൊണ്ടു ധനഞ്ജയൻ. മല്ലാരി നിരായുധനെന്നോർത്തു സുയോധനൻ ചൊല്ലിനാനെങ്കിൽ പടയെല്ലാം ഇങ്ങെനിക്കെന്നും വല്ലവതരുണിമാർ വല്ലഭൻ. ചിരിച്ചുടൻ നല്ല സാമർഥ്യമിതു ചൊല്ലിയ പോലെ എന്നാൻ. ജിഷ്ണുനന്ദനായ ജിഷ്ണുവിനോടും കൂടി വിഷ്ണു കൈവല്യമൂർത്തി വൃഷ്ണികൾ കുലജാതൻ. കൃഷ്ണനും എഴുന്നള്ളി ധർമ്മജൻ തന്നെ കണ്ടു. കൃഷ്ണയും പാണ്ഡവരും അതിനാൽ ആനന്ദിച്ചാർ. ഇതെന്നാണ് പറയുന്നത്. ഞങ്ങൾ പടക്ക് യുദ്ധത്തിന് ക്ഷണിക്കാനാ വന്നിനി. ഞാനാണ് ആദ്യം വന്നിനി. എൻ്റെ കൂടെയാണ് വരേണ്ടതെന്നും പറഞ്ഞു ദുര്യോധൻ. ഓ, അവിടുന്ന് കൽപ്പിച്ചാൽ പിന്നെ അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവല് എന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് പറയട്ടെ, ഞാൻ അർജുനെയാണ് ആദ്യം കണ്ടത്. അവിടുന്ന് അങ്ങ് ആദ്യം വന്നു എന്നും പറയുന്നു. ഞാൻ ഇവനെയാണ് ആദ്യം കണ്ടത്. എനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളോട് ഞാനത് പറയാം. എനിക്ക് മത്സരമില്ലല്ലോ ആരോട്. എനിക്ക് എല്ലാവരും ഒരേപോലെ തന്നെ, നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമല്ലേ. ഒന്ന് എനിക്ക് തുല്യമായിട്ട് നാരായണ സൈന്യം ഉണ്ട്. അതിൻ്റെ സേനാപതിയും എല്ലാവരും ഉണ്ടാവും. ഒരു ഭാഗത്ത് ഞാൻ ഏകനൊരുത്തനും, ഞാൻ മാത്രം. നിങ്ങൾക്ക് എല്ലാവരും, എനിക്ക് നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ നല്ലത് വരണമെന്നേ ആഗ്രഹമില്ലൂ. ഇനി ഞാൻ ആരെങ്കിലും ഒരാളൂടെ വരാമെന്ന് വിചാരിച്ചാലും ഞാൻ യുദ്ധം ചെയ്യൂല, ഞാൻ ആയുധം എടുക്കൂല, അത് ഉറപ്പാണ്. അന്നേരം പിന്നെയും പറയുന്നത് ഒരുപാട് ആൾക്കാരുള്ള ആ സൈന്യമുണ്ട്. പിന്നെ ഒരാളുടെ കൂടെ അത് വരും, പിന്നെ ഒരാളൂടെ ഞാൻ ഒരുത്തനാണ് നല്ല പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ടാളും ഒരു കാര്യം പറയുമ്പം ചെറിയ ആളാണ് ആദ്യം പറയേണ്ടതെന്നൊന്ന് ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് എന്നാണ് വേണ്ടത് അർജുനാന്ന് ചോദിച്ചു. എനിക്ക് ഭഗവാൻ മാത്രം മതി എൻ്റെ കൂടാന്ന് പറഞ്ഞു അർജുന്. അന്നേരം മറ്റേയാൾ പറയുന്നു, എനിക്ക് പട തന്നെ, പടജനം മതി എനിക്ക്. അന്നേരം ആയിക്കോട്ടെ, നല്ല സാമർത്ഥ്യം തന്നെ ദുര്യോധനി എന്നും പറഞ്ഞിട്ട് സൈന്യങ്ങളെല്ലാം മറ്റേ കൊടുത്തു. ഭഗവാൻ മാത്രം നിരായുധനായിട്ട് അർജുൻ്റെ കൂടെ വന്നു. പിന്നെ ഇവിടത്തേക്ക് വന്നു. ഇവിടത്തേക്ക് ഇടക്കിടക്ക് വരൂ വരെ കാണാൻ വേണ്ടിയിട്ട് ധർമ്മജൻ്റെ അടുത്തേക്ക് വന്നു. അവർക്ക് സന്തോഷമായി എന്ന് പറയുന്നു. ഇനി നാളെ യുദ്ധത്തിന് എന്നാണ് ആലോചന, യുദ്ധത്തിൻ്റെ ആലോചന. പിന്നെ എൻ്റെ അടുത്തൊരു വിതുരര് ഏട്ടമ്മൂസോരോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് നാളെ പാരായണം ചെയ്യാൻ അനുസ്മരിക്കാനും ഉള്ളത്. ഇന്നിപ്പോൾ ഞാൻ
പാരായണം ചെയ്തതും അനുസ്മരിച്ചതായ ഭാഗങ്ങളെല്ലാം ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദപത്മത്തിൽ വെച്ച് നമസ്കരിച്ച് നമുക്ക് നാളെ എന്താ വേണ്ടിച്ച് അവിടുന്ന് തീരുമാനിക്കട്ടെ, അതുപോലെ ചെയ്യാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദ